കുഞ്ഞ് ജനിച്ചപ്പോൾ ഇതിലും വെളുത്ത കളറായിരുന്നു. കുഞ്ഞ് വലുതായി വന്നപ്പോഴാണ് സ്കിന്നിന്റെ കളർ കുറഞ്ഞു പോയത്. ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമ്മുടെ സ്കിന്നിന്റെ കളർ തരുന്നത് സ്കിന്നിലുള്ള മെലനിൻ എന്ന പിഗ്മെന്റ് ആണ്. നമ്മുടെ ജനറ്റിക് കോഡ്, നമ്മുടെ DNA അനുസരിച്ച് എത്ര മെലനിൻ ഉണ്ടാവുന്നോ അത്രയും മെലനിൻ ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക. ഈ മെലനിൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ കളറും സ്കിൻ ടോണും ഉണ്ടാവുക. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഈ മെലനിൻ സിന്തസിസ് കംപ്ലീറ്റ് ആവണമെന്നില്ല. അതായത് നമ്മുടെ DNA പ്രകാരം എത്ര മെലനിൻ ഉണ്ടോ കുഞ്ഞ് ജനിക്കുമ്പോൾ കുട്ടിക്ക് അത്രയും മെലനിൻ ഇല്ല. കുഞ്ഞ് വലുതായി 1-2 വയസ്സ് എത്തുമ്പോഴാണ് കുട്ടിയുടെ യഥാർത്ഥ സ്കിൻ ടോൺ സ്കിന്നിൽ കാണുക. കറക്റ്റ് എമൗണ്ട് ഓഫ് മെലനിൻ സ്കിൻ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു എണ്ണ തേച്ചത് കൊണ്ടോ കടൽമാവ് തേച്ചത് കൊണ്ടോ ഒലിവ് ഓയിൽ തേച്ചത് കൊണ്ടോ ആൽമണ്ട് ഓയിൽ തേപ്പിക്കാത്തത് കൊണ്ടോ ഇതൊന്നുമല്ല കുട്ടികളുടെ സ്കിൻ ടോൺ വേരി ചെയ്യുന്നത്. പ്രത്യേകിച്ചും അമ്മമാർക്ക് ആദ്യത്തെ കുഞ്ഞിന് ഇതെല്ലാം തേപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കുഞ്ഞിന് ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കുഞ്ഞിന് നിറം കുറഞ്ഞു പോയത് എന്നോർത്ത് വിഷമിക്കുന്ന അമ്മമാരുണ്ടാവാം. അങ്ങനെയുള്ള കമന്റ് കേട്ടിട്ടുള്ള അമ്മമാരും ഉണ്ടാവാം. എന്നാൽ സ്കിന്നിന്റെ ടോണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിൽസും കടലമാവ്, മഞ്ഞൾ തുടങ്ങിയുള്ള കാര്യങ്ങളും ചെറുതായിട്ട് കുറച്ച് നാളത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ തിളക്കം കൊടുക്കുമെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഡിസൈഡ് ചെയ്യുന്നത് ഇതൊന്നുമല്ല. ചെറിയ ബേബി ആകുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന സോപ്പും മോയ്സ്ചറൈസേഴ്സും pH ബാലൻസ്ഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക. ഫ്രാഗ്രൻസ് ഇല്ലാത്ത, അലർജി ഉണ്ടാക്കാത്ത, ആഡഡ് കളേഴ്സ് ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. ഇതെല്ലാം കുട്ടിയുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ബോഡി ഷേമിങ്ങിന്റെ പേരിൽ സ്കിന്നിന്റെ കളറിനെ കുറിച്ചും അപ്പിയറൻസിനെ കുറിച്ചും ഹൈറ്റിനെ കുറിച്ചും എല്ലാം പലതരം കമന്റ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ സയൻസ് പഠിക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലായി. നമ്മളുടെ കുഞ്ഞുങ്ങളെയും സ്കിൻ കളറിന്റെ പുറത്തോ സ്കിൻ ടോണിന്റെ പുറത്തോ ഇവാലുവേറ്റ് ചെയ്യാതെ അവരെക്കുറിച്ചോ അവരുടെ കൂട്ടുകാരെ കുറിച്ചോ അവരുടെ മുന്നിൽ വെച്ചോ ഇങ്ങനെയുള്ള കമന്റുകൾ ഒഴിവാക്കുക. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ബേസിസ് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളുടെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ തിളക്കം ഉണ്ടാവുക. ആരോഗ്യത്തോടെ ഇരിക്കുന്ന സ്കിൻ, നല്ല ഇൻഫെക്ഷൻ ഇല്ലാത്ത സ്കിൻ, നന്നായി ടേക്ക് കെയർ ചെയ്യുന്ന സ്കിൻ, ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ. ഇതിന് സ്കിൻ ടോൺ ആയിട്ടോ സ്കിൻ കളറായിട്ട് സ്കിൻ ടോൺ ആയിട്ട് യാതൊരു ബന്ധവുമില്ല.